ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓർത്തൊരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ചെറിയൊരു ഡൾനെസ് ഉണ്ട്. എനിക്കറിയുന്നുണ്ട് കുറച്ച് ഡൾനെസ് ഉണ്ടെന്നുള്ളതും. അപ്പം ഞാൻ ഓർത്തൊരു കുഞ്ഞ് ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുള്ള് സ്കിൻ കെയർ റൂട്ടീൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കൊറിയൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അത്രയും റൂട്ടീൻ ഫോളോ ചെയ്യുന്നില്ല. പകരം ഒരു ഫേസ് ക്ലെൻസർ വെച്ചിട്ട് മുഖം കഴുകുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന മാസ്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാ. എല്ലാവരും യൂസ് ചെയ്യേണ്ടതായിരിക്കും, പക്ഷെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖത്തെ രോമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആയി തുടങ്ങും. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, ആദ്യം നാട്ടിൽ വെച്ചിട്ട്. പിന്നെ ഇപ്പം ഞാൻ നിർത്തിയതാണ്. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് കിട്ടുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ട് ചെറിയ ചെറിയ ബംസ് ഉണ്ട് എൻ്റെ മുഖത്ത്, കുഞ്ഞിത്. അധികമൊന്നുമില്ല, പക്ഷെ എന്നാലും ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാന്നുള്ളത്. ഞാനിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ കണ്ണിൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് ഇട്ടിരിക്കുന്നത്. രണ്ട് മസ്കാര ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒന്ന് സ്കൈ ഹൈ യൂസ് ചെയ്യും, പിന്നെ ഒരെണ്ണം ലാഷ് എക്സ്റ്റെൻഡർ ഉണ്ട് എൽഫിന്റെ, ഇതാണ് യൂസ് ചെയ്യുക. രണ്ടും യൂസ് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, ഇത് ആദ്യം യൂസ് ചെയ്തിട്ട് ഒരു ലെങ്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. രണ്ടും നല്ലത് തന്നെ. ഇത് ഒറ്റയ്ക്ക് യൂസ് ചെയ്താലും മതി, ഇതും അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് യൂഷ്വലി കൂടുതൽ ആൾക്കാരും എന്താ ചെയ്യുക, മൈസലർ വാട്ടർ യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ടാണല്ലോ ഇത് ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിലും മസ്കാര ആണെന്നുണ്ടെങ്കിലും റിമൂവ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ വെളിച്ചെണ്ണ ഇല്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒരു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് ഇവിടെ തന്നെ വെക്കും, വാഷ് ബേസിന്റെ അടുത്ത് തന്നെ. എന്നിട്ട് അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വാട്ടർ പ്രൂഫ് മസ്കാര ആണെന്നുണ്ടെങ്കിലും പോകുന്നതാണ് എൻ്റെ അനുഭവം. ഇനി അത്രയ്ക്ക് സ്റ്റബേൺ ആയിട്ടുള്ള മസ്കാര ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൂലിയായിരിക്കും. പക്ഷെ എന്തായാലും എനിക്ക് ഇതുവരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ. അത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിയിൽ വെളിച്ചെണ്ണ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതേ സെയിം എഫക്റ്റ് ആയിരിക്കും കൺപീലിക്കും കിട്ടുക. അതുകൊണ്ട് താല്പര്യമുള്ളവർ അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പൊ കെമിക്കൽ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഗിൽറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യണോണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വരാം, എന്നിട്ട് ഫേസ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിക്കാം കേട്ടോ. നമുക്ക് മാസ്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കാര്യമായിട്ടൊന്നും വേണ്ട കേട്ടോ ഇതിന്. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കടലപ്പൊടി, ആവശ്യത്തിന് ഇട്ടാൽ മതി. ഒരു 1.5 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഈ കടലപ്പൊടി ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇല്ലേ, ഇത് നാട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കടയുണ്ട് കേട്ടോ, പടിഞ്ഞാറ് പീടിക എന്നാ പറയാ. അപ്പൊ അവിടെ കസ്തൂരി മഞ്ഞൾ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ യൂഷ്വൽ മഞ്ഞളിന്റെ കളർ അല്ല കേട്ടോ. നോക്കിയേ, എൻറ്റയർലി ഡിഫറെന്റ് മഞ്ഞളാണ്, കണ്ടാൽ പോലും പറയില്ല. പക്ഷെ ഇതിന്റെ മണം ഉണ്ടല്ലോ, സൂപ്പർ മണം കേട്ടോ. ശരിക്കും എനിക്കറിയില്ലായിരുന്നു കസ്തൂരി മഞ്ഞളിന്റെ മണം എങ്ങനെയാന്നുള്ളത്. ഇത് ഞാൻ ഈ സംഭവം എനിക്ക് കിട്ടിയപ്പോ ആദ്യമായിട്ട് ഞാൻ കണ്ടതാണ് കസ്തൂരി മഞ്ഞൾ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് തന്നെ. അപ്പൊ ഇതാണ് കസ്തൂരി മഞ്ഞൾ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി അവിടെ കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മമ്മി പറഞ്ഞത് മേടിച്ചോണ്ട് വരായിരുന്നില്ലേന്ന്. എന്നിട്ട് പിന്നെ രണ്ടാമത് പോയിട്ട് ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നത്. അതായത് അപ്പൊ കസ്തൂരി മഞ്ഞള് ഇഷ്ടമുള്ള അത്ര ഇടുക. പക്ഷെ ഇതിന് നല്ല വിലയാട്ടോ കസ്തൂരി മഞ്ഞളിന്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് വേണ്ടത് തൈര്. ഇതിന്റെ കൂട്ടത്തില് കുറച്ച് നമ്മുടെ നാരങ്ങാനീരും ഇട്ട അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പൊ നാരങ്ങാനീരില്ല, അതുകൊണ്ട് മഞ്ഞളും കസ്തൂരി മഞ്ഞൾ എൻ്റെ കയ്യിൽ ഇല്ലാണ്ടിരുന്നിരുന്ന സമയത്ത് ഞാൻ നമ്മുടെ സാധാ മഞ്ഞൾ തന്നെയാട്ടോ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇത് നല്ല കിടിലൻ ഐറ്റമാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആവാൻ മാത്രം തൈര് ഇടുക. ഞാൻ ഇപ്പൊ കുറച്ച് അധികം ഇട്ടു, അധികമായി തോന്നുന്നു. ഇപ്പൊ അധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം, ചീത്തയായി പോകുന്നില്ല. പിന്നെ തൈര് ബാക്കി അങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്കവാർക്കും എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഇത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര ഗുണാട്ടോ. സത്യമായിട്ടും യൂസ് ചെയ്തിട്ടുള്ള അനുഭവം വെച്ചിട്ടാ പറയണേ, കിടിലൻ ഐറ്റം ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് മുഖത്തിടാം. അതെ,
നമുക്ക് ഇതൊന്ന് ഇനി ഇട്ട് നോക്കാം. നല്ലോണം ക്ലീൻ ചെയ്തിട്ടോ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഇനി ഇട്ടിട്ട് അതൊരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. മുഴുവനും ഉണങ്ങാൻ നിൽക്കണ്ട. കാരണം യൂഷ്വലി എൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഞാനിത് ഇട്ടിട്ട് ഇരിക്കും, ഫോൺ നോക്കിയിരിക്കും, പിന്നെ അത് മറന്നു പോകും. ഇതിന് നമ്മുടെ നോർമൽ മഞ്ഞളിന്റെ ഒരു മഞ്ഞപ്പും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരു മഞ്ഞ കളറും ഇല്ല എന്നുള്ളത്. വെള്ളയായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ സംഭവം ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് നമ്മുടെ നോർമൽ മഞ്ഞളും ഇടാം. ഇപ്പൊ എൻ്റെ കസ്തൂരി മഞ്ഞൾ ഉള്ളത് കൊണ്ട് ഞാനിത് യൂസ് ചെയ്തേ ഉള്ളൂ. ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോർമൽ മഞ്ഞൾ തന്നെയാണ് യൂസ് ചെയ്തത്. തൈര് ചേർത്തപ്പോൾ മണം കുറച്ചും കൂടെ മാറി. എപ്പോഴും ഓർക്കുക, കഴുത്തിലേക്കും കൂടെ ഇറക്കിയിടാൻ മറക്കരുത്. പിന്നെ ഞാനെപ്പോഴും എന്ത് മാസ്ക് ഇട്ടാലും കാലുമേലും ഇടും കേട്ടോ. ഞാനത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അത് പണ്ട് മുതലേ ശീല. മാസ്ക് ഇട്ട് തുടങ്ങിയ സമയം മുതൽ ശീലാണത്. അച്ഛമ്മ എപ്പോഴും പറയും കാലുമേലും ഇടും കുട്ടി എന്ന് പറയും. അപ്പൊ എല്ലാരും കാലുമേലും കൂടെ ഇടാൻ ശ്രദ്ധിക്കുക. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു സംഭവം കേട്ടോ. എനിക്ക് കോഫി സ്ക്രബിനേക്കാളും കൂടുതൽ ഇഷ്ടം, അതായത് കോഫി മാസ്കും നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇത് തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ചും ഉണ്ടാവുമല്ലോ മാറ്റം വരുന്നത്. ഓരോരുത്തരുടെ സ്കിന്നിന് ചിലപ്പോ ഇത് സൂട്ട് ആവണമെന്നില്ല, ചിലപ്പോൾ കോഫി മാസ്ക് ആയിരിക്കും സൂട്ട് ആവുക, ചിലർക്ക് ഇതാവും ഏറ്റവും നല്ലത്. എനിക്കൊക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം അതിൻ്റെ ഒരു എഫക്റ്റ്. പിന്നെ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. ഞാൻ കയ്യിലും കൂടെ കുറച്ച് ഇട്ടതാട്ടോ, കൈപ്പത്തിയിലും കൂടെ. കാരണം നമ്മള് സൺസ്ക്രീനൊന്നും കൈപ്പത്തിയിലൊന്നും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ ആവാൻ ചാൻസ് നല്ല കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ നോർമൽ മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ യൂഷ്വലി കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക, സ്പൂണൊന്നും എടുക്കാറില്ല. അപ്പൊ പറ്റുന്നൊരു അബദ്ധം എന്താ വെച്ചാൽ ഈ മഞ്ഞൾ കാരണം നമ്മുടെ നഖം ഉണ്ടല്ലോ, നഖവും മഞ്ഞയും, പിന്നെ ഒരു മഞ്ഞപ്പ് മാറാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടാൻ റിമൂവലിന് ഏറ്റവും ബെസ്റ്റ് ആട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിനനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഇത് സൂട്ട് ആവണമെന്നില്ല, പക്ഷെ എനിക്കിത് സൂട്ട് ആവാറുണ്ട്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പൊ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്, അതായത് ഫുള്ളായിട്ട് ഡ്രൈ ആവണതിന് മുമ്പ് നമുക്കിത് കഴുകി കളയാട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. കുറെ കഴുത്തൊക്കെ കണ്ടു ഭയങ്കരമായിട്ട് ഉണങ്ങി. പക്ഷെ കവളൊന്നും ഉണങ്ങിയിട്ടില്ല, നമുക്കിങ്ങനെ കളയാം. ആ പാകത്തിനാണുള്ളത്. പക്ഷെ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകിക്കുന്നു. കാരണം നമ്മൾ കവളത്ത് കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് ഇത്ര പെട്ടെന്ന് ഡ്രൈ ആവേണ്ടത്. പക്ഷെ കഴുത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൈ കണ്ടു, കൈ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് കഴുകാം. മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒരു കയ്യിലിട്ട് ഒരു കയ്യിൽ ഇടാണ്ട് കാണിക്കണമായിരുന്നു. ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ കൈ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് കണ്ടോ ഡിഫറൻസ്. ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ യു കെൻ സീ ദ ഡിഫറൻസ്. ഒറ്റ പ്രാവശ്യത്തെ യൂസിലാണ്. അപ്പൊ എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലോ ട്രൈ ടു യൂസ് ഇറ്റ്. ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുക. ഞാൻ കൊണ്ടിട്ട് നത്തിങ് എൽസ്. ഞാൻ റൂട്ടീൻ തന്നെ ഒന്നെങ്കിൽ ഞാൻ സീറം ഇടും, എസൻസ് ഇടും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ ഇടുക, അതൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസ് ആയിട്ട് തന്നെയാണ് മുഖം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് അങ്ങനെ സ്ലീപ്പ്. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ചെറിയൊരു എമൗണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഐ എം നോട്ട് ഗോണ യൂസ് ടു മച്ച്. ഇത് യൂസ് ചെയ്തിട്ട്
എന്തായാലും നമ്മൾ എന്ത് മാസ്ക് ഇട്ടതിന് ശേഷം ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് ഇന്ന മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ എന്താണുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ എനിക്കൊരു ലിപ് മാസ്കും നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഫുള്ള് ക്രാക്കായിരിക്കും. എൻ്റെ ലിപ്സിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ലിപ് ബാം ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മാസ്ക് എഫക്റ്റീവ് ആട്ടോ, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാതെ ഇരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.